الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له هو الأول والآخر والظاهر والباطن وهو على كل شيء قدير وأشهد أن نبينا محمدا صلى الله عليه وعلى آله وأصحابه وسلم بلغ الرسالة وأدى الأمانة ونصح الأمة اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وصحابته ومن سار على نهجهم إلى يوم الدين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يقول يا ليتني قدمت لحياتي الله سبحانه وتعالى വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ പരമാവധി കാത്ത് സൂക്ഷിച്ച് അർഹമുർ-റഹീമീനായ അള്ളാഹുവിൻ്റെ സ്നേഹവും പൊരുത്തവും തൃപ്തിയും ലഭിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. ഇമാം ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് മഹാനായ മുൻ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വന്നു ഒരു ദിവസം. അപ്പോൾ അദ്ദേഹം ഈ സുഹൃത്തിനോട് ചോദിച്ചു, കം അത അലൈക്, നിനക്ക് എത്ര പ്രായമായി, എത്ര സൂര്യൻ നിന്റെ ജീവിതത്തിൽ ഉദിച്ചിട്ടുണ്ട്? സുഹൃത്ത് മറുപടി പറഞ്ഞു, എനിക്ക് 60 വയസ്സായി. ഇമാം ഫുദൈൽ പറഞ്ഞു, فأنت منذ 60 سنة تسير إلى ربك يوشك أن تبلغ. അഥവാ 60 വർഷമായി നീ നിന്റെ റബ്ബിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നീ എത്താറായിട്ടുണ്ട്, നിന്റെ റബ്ബിൻ്റെ അടുത്ത് എത്താറായി. ഇത് കേട്ട് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇമാം ഫുദൈൽ ചോദിച്ചു, അതഅരിഫു തഫ്സീറഹു, നീ ഇപ്പോൾ പറഞ്ഞ വാക്കുണ്ടല്ലോ, അതിൻ്റെ വിശദീകരണം നിനക്കറിയുമോ? എന്നിട്ട് ഇമാം വിശദീകരിച്ചു, ഫമൻ അലിമ അന്നഹു ലില്ലാഹി അബ്ദുൻ വഅന്നഹു ഇലൈഹി റാജിഉൻ ഫൽയഅലം അന്നഹു മഖ്ബൂൽ. ഒരാൾ താൻ അള്ളാഹുവിൻ്റെ അടിമയാകുന്നു എന്നറിയുകയും അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന ബോധം അവൻ ഉണ്ടാവുകയും ചെയ്താൽ പിന്നീട് അവൻ അറിയേണ്ട ഒരു കാര്യം, ഫൽയഅലം അന്നഹു മഖ്ബൂൽ, അവന് ഈ യാത്രക്കിടയിൽ ഒരു സ്റ്റോപ്പ് സിഗ്നൽ കിട്ടും എന്നാണ്. ഈ യാത്രക്കിടയിൽ അവൻ്റെ യന്ത്രം സ്റ്റോപ്പാകും, പിന്നെ മുമ്പോട്ട് പോവുകയില്ല.
വമൻ അലിമ അന്നഹു മൗഖൂഫ് ഫലിയഅലം അന്നഹു മസ്ഊൽ. ഇത് ഒരാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അവൻ ഒന്നുകൂടി ബോധ്യപ്പെടണം, അന്നഹു മസ്ഊൽ, തീർച്ചയായും അവൻ ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹുവിന്റെ മുമ്പിലുള്ള ചോദ്യമാണ്. ഫൽയുഅദ് ലിസ്സുആലി ജവാബൻ. അതുകൊണ്ട് സുഹൃത്തിനോട് സ്നേഹത്തോടു കൂടി പറയുന്ന കാര്യം, ആ ചോദ്യത്തിന് ഉത്തരം തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ഇദ്ദേഹം ആശ്ചര്യത്തോടു കൂടി തിരിച്ചു ചോദിച്ചു, ഫമൽ ഹീല, എന്തുണ്ട് മാർഗം? നമ്മളൊക്കെ ഇന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ചോദ്യം ഉണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. വിചാരണ നമുക്ക് ആ വിചാരണയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അപ്പം നമ്മളൊക്കെ ചിന്തിക്കണം, എന്താണ് സൂത്രം? ഇമാം ഫുദൈൽ റഹിമഹുല്ലാഹ് മറുപടി പറഞ്ഞു, യസീറ, അത് എളുപ്പമാണ്. അപ്പോൾ ഈ സുഹൃത്തിന് വല്ലാത്ത ആശ്ചര്യമാണ്. അദ്ദേഹം വീണ്ടും ചോദിച്ചു, എളുപ്പമാണോ? എങ്കിൽ എന്താണ്? നമ്മളൊക്കെ വിചാരിക്കുന്നത് പ്രയാസമാണെന്നല്ലേ അല്ലാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയാൻ. അദ്ദേഹം പറഞ്ഞു, തുഹ്സിൻ ഫീമാ ബഖിയ യഗ്ഫിറു ലക മാ മദ. ഇനി അവശേഷിക്കുന്ന ജീവിതം ഇഹ്സാനോടുകൂടി ജീവിക്കാൻ നീ ശ്രദ്ധിച്ചാൽ കഴിഞ്ഞു പോയതൊക്കെ നിനക്ക് പൊറുക്കപ്പെടും. ഇനി അവശേഷിക്കുന്ന നമ്മുടെ ആയുസ് നന്നായി ജീവിക്കണം, അള്ളാഹുവിൻ്റെ സ്നേഹവും പൊരുത്തവും തൃപ്തിയും കിട്ടുന്ന രീതിയിൽ ജീവിക്കണം എന്ന് നാം ആഗ്രഹിച്ചാൽ, അതിന് ശ്രമിച്ചാൽ കഴിഞ്ഞതൊക്കെ പൊറുക്കപ്പെടും. فإنك إن أسأت فيما بقي. അല്ല, ഇനി വരാനിരിക്കുന്ന ബാക്കിയുള്ളതിൻ്റെ ജീവിതവും ഇതുപോലെ പന്താടി ജീവിക്കാനാണ് നിന്റെ മോഹമെങ്കിൽ അഖദ്ത ബിമാ മദാ വമാ ബഖി, നിന്റെ കഴിഞ്ഞു പോയതിൻ്റെ പേരിലും ഇനി നിനക്ക് അവശേഷിക്കുന്നതിൻ്റെ പേരിലുമൊക്കെ നിന്നെ പിടികൂടും. നീ അറിയണം, വൽ അഅ്മാലു ബിൽ ഖവാതീം, നിന്റെ പ്രവർത്തനങ്ങളെ പരിഗണിക്കപ്പെടുക അതിൻ്റെ പരിസമാപ്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. സമാപ്തി എങ്ങനെയാണ്, അവസാനം എങ്ങനെയാണ്? അതുകൊണ്ടാകണം നമ്മളൊക്കെ എപ്പോഴും ചോദിക്കാറില്ലേ അള്ളാഹുവിനോട്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നൽ ഖാത്തിമ. ഹുസ്നൽ ഖാത്തിമ, അന്ത്യം നന്നാവണം. സഹോദരങ്ങളെ, ഈ സംഭവം ഞാൻ ഓർത്തത് ഒരു പ്രത്യേക ഘട്ടത്തിലാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ഗ്രിഗേറിയൻ കലണ്ടർ അനുസരിച്ച് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അഥവാ ഇമാം ഫുദൈൽ ഇബ്നു ഇയാദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ അള്ളാഹുവിലേക്കുള്ള ദൂരം കുറച്ചുകൂടി അടുത്തു. ആർക്കും പിടിച്ചു വെക്കാൻ പറ്റാത്ത രീതിയിലാണ് അള്ളാഹു ഇത് സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്. നോക്കൂ, നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയറിൻ്റെ പത്രം സൂക്ഷിച്ചു വെച്ച ചില പത്രങ്ങൾ ഞാൻ വെറുതെ എടുത്ത് പരിശോധിച്ചു. ഒരുപാട് പ്രതീക്ഷകൾ ആ പത്രത്തിൻ്റെ താളുകളിൽ, ഒരുപാട് ഭൂതികളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. ഇന്നും നമ്മളൊക്കെ പത്രങ്ങൾ കണ്ടിട്ടുണ്ടാകും. വല്ലാതെ ഭൂതിയോ വല്ലാതെ പ്രതീക്ഷയോ ഒന്നും ഇന്നത്തെ പത്രത്താളുകളിൽ എവിടെയുമില്ല. ഞാൻ എൻ്റെ സുഹൃത്തായ ഒരു എഡിറ്ററോട് ചോദിച്ചു, അല്ല, ഞാനിത് രണ്ടും ഒന്നിങ്ങനെ കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങൾക്കും പ്രതീക്ഷ പറ്റിപ്പോഴും. സാധാരണ പ്രതീക്ഷ തരുന്ന ആളുകളാണ് ഇവർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ,
ഈ കഴിഞ്ഞ വർഷത്തെ 2020 ലോകം വിളിച്ചത് പാൻഡമിക് ഇയർ എന്നാണ്, ദുരന്ത വർഷം. നമുക്കറിയാം, അങ്ങനെ വിധിയെഴുതാൻ സമൂഹം അങ്ങനെ വിധിയെഴുതാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അത് തന്നെയാണ് ഇന്ന് യഥാർത്ഥത്തിൽ മീഡിയകളിലൊക്കെ നാം കണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നമ്മളെ മെലിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന, മനുഷ്യൻ സൂക്ഷ്മമായി കാണാൻ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ കൊണ്ടുപോലും കാണാൻ സാധ്യമല്ലാത്ത ഒരു വൈറസ്. മിനിയാന്നത്തെ കണക്കനുസരിച്ച് 8,84,00,000 ആളുകളിൽ അത് പ്രസരിച്ചിട്ടുണ്ട്. 8,84,00,000 ആളുകൾ ലോകത്ത് പല രീതിയിലും ജീവിക്കുന്നവർ, പല ഗ്രൈഡിലും ജീവിക്കുന്നവർ, സൗകര്യങ്ങളിൽ ജീവിക്കുന്നവർ. അവരിൽ നിന്ന് 17,66,000 ആളുകൾ ഈ വൈറസ് കാരണമായി ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ് നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ ഇവിടെയാണ് ചെന്ന് നിൽക്കുന്നത്. ഇനിയും അവസാനിക്കുമോ? ഇപ്പോൾ ഏറ്റവും അവസാനം പറയുന്നത് ജനിതക മാറ്റം വന്ന ഒരു വൈറസ് കുറച്ചുകൂടി തീവ്രമായി പടരാൻ വേണ്ടി കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ പടർന്നുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഒരു കാര്യം നാം അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം നമ്മെ തന്നെ ബോധ്യപ്പെടുത്തുക. അത് മറ്റൊന്നുമല്ല, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനി. ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലും ശരി, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങളൊക്കെ ഫഖീറുകളാണ്, ആവശ്യക്കാരാണ്. എല്ലാവരും വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, ആവശ്യമില്ലാത്തവനായി, എല്ലാവർക്കും സ്തുതികൾ അർപ്പിക്കാൻ അർഹതയുള്ളവനായി ഒരുത്തൻ മാത്രമേ ഉള്ളൂ. അവന്റെ പേരാണ് അല്ലാഹു. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. ഇൻ യശഅ യുദ്ഹിബുകും വയഅതി ബിഖൽഖിൻ ജദീദ്, അവൻ ഉദ്ദേശിച്ചാൽ നിങ്ങളെ കൊണ്ടുപോകും, എന്നിട്ട് മറ്റൊരു സമൂഹത്തെ, ഒരു പുതിയ സമൂഹത്തെ ഇവിടെ കൊണ്ടുവരും. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊട്ടും പ്രയാസമുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, നമുക്ക് ബോധ്യപ്പെടണം, സൂര്യനും നക്ഷത്രങ്ങളും ഗോളങ്ങളും മുതൽ അതിസൂക്ഷ്മമായ ജീവികളടക്കം ഈ പ്രപഞ്ചത്തിലെ നിഖില വസ്തുക്കളും ഈ പ്രപഞ്ചത്തിനപ്പുറത്തുള്ള നിഖില വസ്തുക്കളും എല്ലാം ഒരു മഹാശക്തിയുടെ പ്രാപഞ്ചിക നിയമം, കോസ്മിക്സ് ലോക്ക് കീഴിലാണുള്ളത്. ആ നിയമത്തെ മറികടക്കാൻ ആർക്കും സാധ്യമല്ല. ആ നിയമത്തിന്റെ ഭാഗമായി ഞാനും നിങ്ങളും സഹോദരങ്ങളെ, നേരത്തെ ഇമാം സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു സ്റ്റോപ്പ് സിഗ്നൽ നമുക്ക് കിട്ടും. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും നാം നിർത്തിവെക്കേണ്ടി വരും. ആർക്കും പറയാൻ സാധ്യമല്ല കുറച്ച് കഴിയട്ടെ, ആണെങ്കിൽ പലരും ഇവിടെ ബാക്കിയാകേണ്ടി വരും. ആരും ബാക്കിയായിട്ടില്ല, ഇല്ലല്ലോ. അതുകൊണ്ട് കാലത്തിന്റെ ഈ കുത്തിയൊഴുക്കിനെ കുറിച്ചുള്ള ബോധം നമ്മുടെ മനസ്സിന് വളരെ കൃത്യമായി ഉണ്ടാകണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം ഒരുപക്ഷെ ഒരുപാട് തവണ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഞാനൊന്ന് ഓർമ്മിപ്പിക്കുക മാത്രം ചെയ്യുന്നു. ലൻ തസൂല ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, ഒരടിമയുടെയും കാലടിപ്പാടുകൾ മുമ്പോട്ട് പോവുകയില്ല. ഹത്താ യുസ്അല അൻ അർബഅ, 4 കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ.
ഉത്തരം ഉണ്ടാക്കി പോയിക്കൂടാ നമുക്ക്? ചോദ്യം പറഞ്ഞു തന്നിട്ടുണ്ട്, ഉത്തരം കണ്ടെത്താൻ എളുപ്പമാണ്. എന്താണ് 4 കാര്യങ്ങൾ? ഒന്നാമത്തത് അതാണ്, അവൻ്റെ ആയുസ്സിനെ കുറിച്ച്. എന്താണ് അവൻ അവൻ്റെ ആയുഷ്കാലത്ത് ചെയ്തത്? എല്ലാവരും ഒന്ന് ആലോചിച്ചു കൊടുത്തു, എന്താ ചെയ്തത്? ഇപ്പൊ പറ്റിയ സമയമാണ്. ഇനി അങ്ങോട്ടെങ്കിലും അതാണ് വഴി എന്ന് ഇമാം ഫുദൈൽ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് അതാണ്, എൻ്റെ ആയുസ്. ഇനി എന്ത് ചെയ്യണം എൻ്റെ ആയുസ് കൊണ്ട്? ചെയ്തത് പോട്ടെ. രണ്ടാമത്തേത് അവന്റെ യുവത്വം, അവൻ എന്ത് വിഷയത്തിൽ കൊണ്ടുപോയാണ് തൊലച്ചത്? എന്റെ മുമ്പിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ഒരുപാട് തലനരച്ച പ്രായമായവരുമുണ്ട്. 2 കൂട്ടരും ചിന്തിക്കുക. എവിടെയെങ്കിലും തലനരച്ച സഹോദരങ്ങൾക്ക് എവിടെയെങ്കിലും യുവത്വത്തിന്റെ പ്രസരിപ്പ് കൊണ്ട് അബദ്ധം പടഞ്ഞു എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണോ എങ്കിൽ അല്ലാഹുവിനോട് പറയുക, നിങ്ങൾ ചെയ്ത, നിങ്ങൾക്ക് സംഭവിച്ച ആ നഖക്ഷതങ്ങളെ കുറിച്ച് വേദനയോടുകൂടി, സങ്കടത്തോടുകൂടി, ഉറച്ച ശബ്ദത്തോടുകൂടിയല്ല, വിറക്കുന്ന ശബ്ദത്തോടുകൂടി അല്ലാഹു ഭൂമിയിലേക്ക് ഇറങ്ങി, ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് പ്രത്യേകിച്ച് അല്ലാഹുവിനോട് പറയും, അല്ലാഹു സ്വീകരിക്കും. മൂന്നാമതായി തിരുമേനി പറഞ്ഞത് അവന്റെ സമ്പത്ത് അവൻ എവിടെ നിന്നുണ്ടാക്കി, സമ്പാദിച്ചു, എന്തിൽ ചിലവഴിച്ചു. ഇത് വളരെ പ്രധാനമാണ്. ഇടി വരുന്ന വിചാരിച്ചാലും റെഡിയാക്കണ്ട. ഇടിയേക്കാൾ കടുപ്പമുള്ള ഒരു അന്വേഷണോദ്യോഗസ്ഥൻ വരാനുണ്ട്. അവന്റെ ചോദ്യം ഇതാണ്, എവിടെ നിന്ന് കിട്ടി? എന്താണ് നിന്റെ സോഴ്സ്? എവിടെയാണ് നീ ചെലവാക്കിയത്? അതറിയണം, അറിഞ്ഞേക്ക്. നാലാമത്തേത് അവന്റെ വിജ്ഞാനം, അവൻ ആ വിജ്ഞാനം കൊണ്ട് എന്ത് പ്രവർത്തിച്ചു. ഓരോരുത്തർക്കും ഓരോ തരം വിജ്ഞാനം കിട്ടിയിട്ടുണ്ട്. ആ ഓരോ തരം വിജ്ഞാനവും അല്ലാഹു തആല നൽകിയതാണ്. അത് ആ വിജ്ഞാനം കൊണ്ട് അവൻ എന്ത് ചെയ്തു എന്നതാണ് ചോദ്യം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ദിവസവും നമ്മൾ പത്രം വായിക്കുമ്പോൾ രാവിലെ നമുക്ക് കിട്ടുന്നത് പുതിയ പുതിയ കേസുകളുടെ വിഷയമാണ്. പഠിച്ചവരൊക്കെ, അഭ്യസ്ത വിദ്യരൊക്കെ, സാങ്കേതിക വിദഗ്ധരൊക്കെ മാന്യന്മാരാണെന്ന് ധരിച്ചിരുന്ന ഈ പൊതുസമൂഹം, പൊതുജനങ്ങൾ ഇന്ന് അവരുടെ മുഖത്തേക്ക് പുച്ഛത്തോടു കൂടിയാണ് നോക്കുന്നത്. നമ്മുടെ റോഡുകളും പാലങ്ങളും ബിൽഡിങ്ങുകളും സമൂഹത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മുഴുവൻ സംവിധാനങ്ങളുടെയും ഉള്ളിലുള്ള കഥ, ചീഞ്ഞാറുന്ന കഥ ഒരു ദിവസവും പുറത്തു വരികയാണ്. സങ്കടത്തോടു കൂടിയല്ലാതെ നമുക്ക് ഓർക്കാൻ കഴിയില്ല. ഇത്രമാത്രം മലീമസമായിരിക്കുന്നു നാം. ഒരു മതവും മനുഷ്യനെ നന്നാക്കിയില്ല എന്നത് ഈ കേസുകളിലൊക്കെ പെട്ടുകിടക്കുന്ന ഓരോരുത്തരുടെയും പേരുകൾ നോക്കുമ്പോൾ നമുക്ക് ബോധ്യമാവുകയാണ്. ഇവിടെയാണ് ഈ ചോദ്യം പ്രസക്തമാകുന്നത്. ഈ 4 ചോദ്യങ്ങൾക്ക് റബ്ബിന്റെ മുമ്പിൽ നിന്ന് ഉത്തരം പറയാതെ രക്ഷപ്പെടാൻ സാധിക്കുകയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിനുള്ള ഒരുക്കമായിരിക്കണം ഈ വർഷത്തിന്റെ ആരംഭം മുതൽ നാം നടത്തേണ്ടത്. സഹോദരങ്ങളെ, 2020 എത്ര അടുത്ത ദിവസമായി കഴിഞ്ഞു പോയത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 2020 ജനുവരി 1. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും എത്ര സ്പീഡിലാണ് ഈ ദിവസങ്ങൾ പോകുന്നത്. നമ്മളൊക്കെ എന്ന് പറയുന്ന ഒരു വാക്കാണ്, സമയം എത്ര പെട്ടെന്നാണ് പോകുന്നത്, അല്ലേ? നമ്മളൊക്കെ കുറച്ചുകൂടി വേറെ ഭാഷയിൽ പറയും, സുബഹിസ്കരിച്ചത് ഇപ്പോഴല്ല, ഇപ്പത്തിന് ലഹുറായി, അസറായി,
മഗ്‌രിബ് ഇശാ കിടന്നുറങ്ങാനായി, വീട് ശുദ്ധിയായി. എത്ര പെട്ടെന്നാണ് സഹോദരന്മാർ. അല്ലാഹു തആല ഒരു വാചകം പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ നൂറിൽ, യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. എന്തിനാണ് ഈ ദിവസങ്ങൾ, രാവുകളും പകലുകളും മാറി മാറി ഈ 364 65 ദിവസങ്ങൾ ഇത്ര പെട്ടെന്ന് എന്തിനാണ് ഇങ്ങനെ മാറി മാറി വരുന്നത്, പോകുന്നത്? ഉത്തരം നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും ഘടികാരത്തിന്റെ സൂചിമല നമ്മളൊന്ന് തൂങ്ങി നോക്കി നിൽക്കോ? ആർക്കും പറ്റുമോ? ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. ഉലുൽ അബ്സാർ. ആരാ ഉലുൽ അബ്സാർ? അല്ലാഹു കൊടുത്ത് ഉൾപ്പെടുത്തി മറക്കണം. നമ്മൾ പഠനം ആരാണ് ഉലുൽ അബ്സാർ? ദീർഘദൃഷ്ടിയുള്ളവർ. എല്ലാവർക്കും ദൃഷ്ടിയുണ്ടല്ലോ, കണ്ണുണ്ട്, കാഴ്ചയുണ്ട്. പോരാ, എല്ലാവരും കാണുന്നതല്ല നമ്മൾ കാണേണ്ടത്. അതാണ് ഉലുൽ അബ്സാർ. എല്ലാവരും കാണുന്നത് കാണാൻ നമുക്ക് അനുവാദമില്ല. നമ്മുടെ കണ്ണ് സൃഷ്ടിച്ച സൃഷ്ടാവ് പറയുന്നുണ്ട് നമ്മൾ എന്ത് കാണണമെന്ന്. നമ്മുടെ കണ്ണിനെ ഡിസൈൻ ചെയ്ത എഞ്ചിനീയർ അല്ലാഹു തആലയാണ്. ആ എഞ്ചിനീയർ പറയുന്നതാ കാണേണ്ടത്. അപ്പോഴേ നമ്മൾ ഉലുൽ അബ്സാറുകളായിത്തീരും. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, എല്ലാ മെഷീനുകളും നമ്മൾ ഉപയോഗിക്കുന്നത് എൻ്റെ എഞ്ചിനീയർ പറഞ്ഞ മാതിരി അല്ലേ? എല്ലാം അങ്ങനെ ആ മാനുവൽ വായിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ ചെയ്യും. പക്ഷേ വല്ലാത്ത സങ്കടം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ മാനുവൽ മാത്രം നമ്മൾ വായിക്കൂല. അത്രമാത്രം അഹങ്കാരികളായി നാം മാറിയിരിക്കുന്നു. സഹോദരന്മാരെ, എന്താണ് ഈ പോക്കിന്റെ കാരണം? ഇതിന്റെ സ്പീഡ് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് വിശദീകരിച്ചു തന്നു. സമയത്തിന്റെ വേഗത സൂചിപ്പിക്കുന്നത് സുബ്ഹാനല്ലാഹ് ലാ തഖൂമുസ്സാഅ, അന്ത്യം സംഭവിക്കുകയില്ല. ഒരന്ത്യം സംഭവിക്കാനുണ്ടല്ലോ അല്ലേ? അതിലാർക്കും ഇപ്പം അഭിപ്രായ വ്യത്യാസമല്ല. അതാണ് സൃഷ്ടാവിനെ നിഷേധിക്കുന്ന, മതങ്ങളെ നിഷേധിക്കുന്ന ആളുകൾക്ക് പോലും ഒരന്ത്യത്തെക്കുറിച്ചുള്ള ബോധം വന്നു തുടങ്ങിയിരിക്കുന്നു. എല്ലാം അവസാനിക്കും. എല്ലാം എത്ര ശോഭയോടുകൂടി കത്തി പ്രസരിച്ച് ജീവിതത്തിന് ആവശ്യമായ മുഴുവൻ എനർജിയും നൽകിക്കൊണ്ടിരിക്കുന്ന സൂര്യൻ പോലും അത് കേവലം ഹൈഡ്രജനും ഹീലിയവുമാണെന്നും അത് കത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഒരു ദിവസം റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചതുപോലെ ഇദശംസു കുബിറത്, ഇദശംസു കുബിറത്, പ്രധാന എനർജിയുടെ സോഴ്സാണല്ലോ സൂര്യൻ. അതുപോലും കത്തി കത്തി ഒരു ചൂട്ടിന്റെ തല ആകുന്നത് പോലെ. അതാണ് കവ്വറ പറഞ്ഞത്. ചൂട്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു പട്ടിന്. ഓരോണ്ടുണ്ടാക്കിയിട്ട് തീ കത്തിക്കണം, വെളിച്ചം കാണാൻ വേണ്ടി. ടോർച്ചൊന്നും ഇല്ലാത്ത കാലത്ത് അതിന്റെ അറ്റ കാണാൻ കത്തി കത്തി ഇങ്ങനെ മടങ്ങി 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 താഴേക്ക് വീഴും. അതാണ് കുബിറ എന്ന് പറഞ്ഞത്. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? ഇത്ര ശക്തിയുള്ള സോളാർ എനർജി നൽകിക്കൊണ്ടിരിക്കുന്ന സൂര്യൻ പോലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നു, ലാ തഖൂമുസ്സാഅ, അങ്ങനെ എല്ലാറ്റിനുമുള്ള ഒരു അവസാനമുണ്ട്. എല്ലാം ഹത്താ യതഖാറബസ്സമാൻ, കാലങ്ങൾ അടുത്തടുത്ത് വരുന്ന ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത് വരെ അന്ത്യം സംഭവിക്കുകയില്ല. വന്നോ? ഒന്നുകൂടി തിരുമേനി വിശദീകരിക്കുന്നു. അപ്പോ ഒരു കൊല്ലം ഒരു മാസം പോലെ ഫീൽ ചെയ്യും. ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത് അല്ലേ? ഒരു മാസം പോലെ പോരാ. ഒരു മാസം ഒരാഴ്ച പോലെ അനുഭവപ്പെടും. പോരാ. ഒരാഴ്ച ഒരു ദിവസം പോലെ അനുഭവപ്പെടും. പോരാ. ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ അനുഭവപ്പെടും. എന്റെ വാചകമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് അവസാനം തിരുമേനി അത് പറഞ്ഞു നിർത്തിയത്
വതകൂനു الساعة كالضرمة بالنار. ഈ മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ കദ്ദറമതി ബിന്നാർ എന്ന് പറഞ്ഞാൽ ഒരു ഉണങ്ങിയ ഇല നമ്മൾ തീ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? എത്ര സമയം ഉണ്ടാവും? അത് ഉണങ്ങിയ ഇല കൈ പിടിച്ചിട്ടും തീ കൊടുത്തു, അല്ലെങ്കിൽ കടലാസിന്റെ അതുപോലെ നമ്മൾ ആലോചിച്ചു നോക്കൂ. 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഒരു മഹാപണ്ഡിതനുണ്ടായിരുന്നു, ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സഹീഹുൽ ബുഖാരി എന്ന ബൃഹത്തായ ഗ്രന്ഥത്തിന് വിശദീകരണം എഴുതിയ ഫത്ഹുൽ ബാരി എന്ന ഗ്രന്ഥം രചിച്ച മഹാനായ പണ്ഡിതൻ. അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് എഴുതിയ ഒരു വാചകം വായിച്ച് സത്യത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇന്നിത് നിങ്ങളോട് പറയാൻ വേണ്ടി വായിക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അദ്ദേഹം പറയുകയാണ്, 8 നൂറ്റാണ്ട് മുമ്പാണ്, ഖദ് വജദ ദാലിക ഫീ സമാനിനാ ഹാദാ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ നാം അത് കണ്ടുകൊണ്ടിരിക്കുന്നു. 8 നൂറ്റാണ്ട് മുമ്പ്, ഇപ്പോഴല്ല, തീർന്നില്ല. ഫഇന്നനാ നജിദു മിൻ സുർഅതി മർറിൽ അയ്യാം മാ ലം നകുൻ നജിദുഹു ഫിൽ അസ്രി അല്ലദീ ഖബല അസ്രിനാ ഹാദാ. നമ്മുടെ ഈ കാലത്തിന് മുമ്പുള്ളവർ കാണാത്ത പലതും കാലത്തിന്റെ സമയത്തിന്റെ സ്പീഡ് കൊണ്ട് നാം ഇതാ കാണുകയാണ്. പിന്നെ നമ്മളെന്താ പറയാ, അന്ന് ജീവിച്ചവർക്ക് പോലും അത് അനുഭവപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും അറിയാം സഹോദരൻ, ഇവിടെ സത്യത്തിൽ എന്താ സംഭവിച്ചത്? വല്ല വ്യത്യാസമൊന്നും. ദിവസത്തിന് 24 മണിക്കൂറല്ലല്ലോ, ആഴ്ചക്ക് 7 ദിവസം തന്നെയല്ലേ, മാസത്തിന് 30, 28, 29 ഒക്കെ തന്നെയല്ലേ ഉള്ളത്. പക്ഷെ സംഭവിച്ചത് സത്യത്തിൽ എന്താണെന്നറിയോ? ഇതിൻ്റെ ബർക്കത്ത് നഷ്ടപ്പെട്ടു. ബർക്കത്ത് നഷ്ടപ്പെട്ടു. അതാണ് സത്യം. സമയത്തിൻ്റെ ബർക്കത്ത് മാത്രമാണ് സംഭവിച്ചത്. സഹോദരന്മാരെ, നമ്മൾ ബേജാറാകേണ്ട വിഷയവും സഹോദരന്മാരെ അതാണ്. മുസ്ലിമായ മനുഷ്യൻ ഇന്ന് ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ വിഷയം ബർക്കത്തിനെ കുറിച്ചാണ്. ബർക്കത്തില്ലെങ്കിൽ നമ്മളൊക്കെ വല്ലാതെ പ്രയാസപ്പെട്ടു പോകും. നമ്മുടെ സമയത്തിൽ ബർക്കത്തില്ല, നമ്മുടെ വിജ്ഞാനത്തിൽ ബർക്കത്തില്ല, നമ്മുടെ സമ്പത്തിൽ ബർക്കത്തില്ല, നമ്മുടെ ജോലിയിൽ ബർക്കത്തില്ല. ഇനി കുറച്ചും കൂടി എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ എൻ്റെ മോനവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മക്കളിൽ, നമ്മുടെ ഇണകളിൽ ആണോ അല്ലേ ഒക്കെ പോയില്ലേ? എവിടെ പോയി ഈ ബർക്കത്ത്? അത് അല്ലാഹു തആല ഓരോന്നിലും സംവിധാനിച്ച ഒരു സംവിധാനമാണ് ബർക്കത്ത്. ഓരോന്നിലും അത് സമയത്തിലുണ്ട്, വിജ്ഞാനത്തിലുണ്ട്, മക്കളിലുണ്ട്, സ്വത്തിലുണ്ട്, ജോലിയിലുണ്ട്. പക്ഷേ ആ ബർക്കത്ത് ആഗ്രഹിക്കാത്തവരായി നാം മാറിയാൽ അല്ലാഹു തിരിച്ചു. നിങ്ങൾക്ക് വേണ്ടല്ലോ, അപ്പം ഞാൻ എടുത്തോളാം. നമ്മൾ ആരെങ്കിലും ഇതുവരെ അള്ളാഹിനോട് ചോദിച്ചു നോക്കണം, അല്ലാഹുവേ ഈ റിസ്ക്കിൽ എനിക്ക് ബർക്കത്ത് വേണം, എൻ്റെ ജോലിയിൽ എനിക്ക് ബർക്കത്ത് വേണം, എൻ്റെ പണത്തിൽ, എൻ്റെ മക്കളിൽ, എൻ്റെ സഹോദരന്മാരിൽ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു വല്ലാത്ത വിഷയമാണ്. തിരുമേനിയുടെ ഒരു പ്രാർത്ഥനയായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ അഅതൈതനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ അഅതൈതനാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയതിൽ നീ ബർക്കത്തും കൂടി തരണം കേട്ടോ. നമ്മൾ ഈ ബർക്കത്തും തേടി വേറെ എവിടെയൊക്കെയാണ് പോയത്. കിട്ടേണ്ടത് അവിടുന്നായിരുന്നു. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ആലോചിച്ച് നോക്കൂ. നമ്മളിങ്ങനെ വെറുതെ പോകേണ്ടവരാണ്. ഒരു വെള്ളിയാഴ്ച അല്ലാഹു തആല നമുക്ക് തന്നത് ഒന്നിങ്ങനെയൊക്കെ ഇരുന്ന് ആലോചിച്ച് നോക്കാനാണ്. എന്നിട്ട് അടുത്ത വെള്ളിയാഴ്ച വരെ ജീവിക്കാനുള്ള എനർജി കിട്ടണം. അതാണ്, അതിനുവേണ്ടി മാത്രമാണ് ഞാനീ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക സഹോദരന്മാർ. ജീവിതത്തിൽ ഇതൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. നമ്മൾ മനസ്സിലാക്കരുത് സഹോദരന്മാരെ. നോക്കൂ, ഞാൻ ഓതി വെച്ച ഒരായത്തിൽ, ചെറിയൊരായത്തിൽ നമുക്ക് ശ്രദ്ധിച്ചിട്ട് എല്ലാവർക്കും പരിചയമുള്ളതാണ്. എന്താണത്? യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. എവിടെയാണത്? അതിൻ്റെ മുമ്പും പിമ്പൊക്കെ ഓർമ്മയുണ്ട്. അവിടെ ചെന്ന് നിൽക്കുകയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ
വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അല്ലെങ്കിൽ അതികടുപ്പമുള്ള നാം അഭിമുഖീകരിക്കേണ്ട അനുഭവിക്കേണ്ട ശിക്ഷയെ മുമ്പിൽ കണ്ട് നിൽക്കുന്ന രംഗം. അപ്പൊ പറയുകയാണ് ഞാനും നിങ്ങളും, എന്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ പണിയെടുത്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. നിങ്ങൾക്കാക്കി മനസ്സിലായോ എന്താ പറഞ്ഞത്? എന്തല്ല പറഞ്ഞത്? എന്നല്ല പറഞ്ഞത്. എന്റെ ജീവിതത്തിൽ, പരലോകത്താണ് സംഭവം, എന്റെ ജീവിതത്തിൽ ഞാൻ പരിശ്രമിച്ചിരുന്നുവെങ്കിൽ, പണിയെടുത്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? ലി ഹയാത്തി. ശരിക്കും മനസ്സിലാക്കണം, അള്ളാഹ്ക്ക് തെറ്റൂല. പക്ഷെ നമ്മൾ ഇത് ചിന്തിച്ച് ആലോചിച്ച് നമുക്ക് തെറ്റിയിട്ടുണ്ടാവും. അല്ല, ലി ഹയാത്തി, എന്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ പണിയെടുത്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ ഏതാണ് എന്റെ ജീവിതം? ആ കഴിഞ്ഞതല്ല എന്റെ ജീവിതം. മനസ്സിലായില്ല എല്ലാവർക്കും? ഒന്നുകൂടി ശ്രദ്ധിച്ചോ. എന്ന എന്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ പണിയെടുത്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്തല്ല, എന്നല്ല, എന്റെ കഴിഞ്ഞു പോയ ജീവിതത്തിൽ ഞാൻ പണിയെടുത്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നല്ല. അപ്പൊ പിന്നെ ഏതാ സഹോദരന്മാരെ ജീവിതം? എന്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ പണിയെടുത്തിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ ജീവിതം ഏതാണ്? ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിന് ഇസ്ലാം നൽകിയ പേര് ഹയാത്തു ദുനിയ എന്നാണ്. ദുനിയ എന്ന പദത്തിന്റെ യഥാർത്ഥത്തിലുള്ള ആശയം ഏറ്റവും താഴ്ന്നത്, തറ എന്നൊക്കെ നമ്മൾ പറയുന്നു. നമ്മൾ വിചാരിച്ചതാണ് മുന്തിയെന്നാണ്. അതുകൊണ്ടാണ് ഇതിമ വല്ലാതെ കെട്ടിമറിയുന്നത്. നമ്മുടെ ധാരണ അങ്ങനെയല്ലേ, ഇതാ മുന്തിയ അല്ലേ? ഊണില്ല, ഉറക്കല്ല, വിശ്രമമില്ല, കുടുംബമില്ല, ഒന്നുമില്ല. നമ്മൾ കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞത്. എന്ത് കച്ചവടങ്ങൾ ചെയ്ത് നിങ്ങൾ എത്ര ദിവസം ചെയ്യും? അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കട്ടെ. വമാ ഹാദിഹിൽ ഹയാത്തു ദുനിയ ഇല്ലാ ലഹ്വുൻ വലഇബ്. ഈ ഹയാത്തു ദുനിയ എന്ന് പറയുന്ന ജീവിതം കുറെ കളിയും വിനോദവും മാത്രമാണ് കൂട്ടരെ. വഇന്നദ്ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ. യഥാർത്ഥത്തിലുള്ള ജീവിതം ദാറുൽ ആഖിറയാണ്. എന്തല്ല? ദാറുൽ ദുനിയയല്ല. അതാണ് ലഹിയൽ ഹയവാൻ, യഥാർത്ഥത്തെ ജീവിതമാണ്. പക്ഷേ ലൗകാനു യഅലമൂൻ, നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ നിങ്ങളത് മനസ്സിലാവും അത് എങ്കിൽ അതാണ് നമ്മൾ ശരിക്കും ചിന്തിക്കണം. സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല ആലോചിച്ച് മടങ്ങുവാൻ, ചിന്തിച്ച് മടങ്ങുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന നമുക്ക് പഠിച്ചു. ആ പ്രാർത്ഥനയിലുള്ളത് ജീവിതം എന്താണ് എന്നാണ്. അതിങ്ങനെയാണ്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരായിരിക്കും, ഞാനത് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുന്നു മാത്രമാണ്. അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. അല്ലാഹുമ്മ, നോക്കൂ, ഇതൊന്നും ആരും ശ്രദ്ധിക്കാതെ പോകണ്ട. ഇതൊക്കെ ഇവിടുന്ന് തന്നെ ആരെങ്കിലും ഇത് പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ പഠിച്ചു പോയിക്കോളൂ. കാരണം ഇനി നമുക്ക് അടുത്ത സെക്കൻഡൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല, അടുത്ത സെക്കൻഡിലൊന്നും നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നെ പഠിക്കാൻ നോക്കാം. അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. അല്ലാഹുവേ, എൻ്റെ ഇസ്മത്തുൽ അംർ ആയ എൻ്റെ ദീനിനെ നീ എനിക്ക് നന്നാക്കി തരണമേ. ഇസ്മത്തു അംർ എന്ന് പറഞ്ഞാൽ സേഫ് ഗാർഡ്, എനിക്ക് നല്ല സുരക്ഷിതത്വം നൽകുന്ന എൻ്റെ ദീൻ. എൻ്റെ ദീനാണ് എൻ്റെ സുരക്ഷിതത്വം. അല്ലാന്നൊന്നും ആരും പറയണ്ട.
എത്ര അല്ല എന്ന് പറഞ്ഞാലൊക്കെ അവസാനം അങ്ങോട്ട് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് എത്തും. പക്ഷെ ആ സമയത്ത് എത്തിയതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല എന്നുള്ളത് വേറൊരു വിഷയമാണ്. എല്ലാവരും എത്തുമല്ലോ അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ അവസാനത്തെ സമയത്ത് മക്കളും കുട്ടികളും ഒക്കെ ആ കട്ടിലിൻ്റെ ചുറ്റും നിന്നിട്ട് എന്താ പറയണത്? എന്താ പാട്? യേശുദാസിൻ്റെ പാട്ടാ, റാഫിൻ്റെ പാട്ടാ? എന്താ കാണിച്ചു കൊടുക്കൽ? അല്ലല്ലോ, എല്ലാവരും പറയലെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ കയ്യോ ആരെയൊക്കെ സംഗതി സംസാരിക്കാൻ കഴിയെങ്കിൽ തന്നെ കഴിയും. സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ആ സമയമാകുമ്പോൾ. എൻ്റെ അമ്മയൊക്കെ ഒരു 4-5 വർഷമായി കഴിഞ്ഞു സംസാരിക്കാനേ കഴിയും. അപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട് എപ്പോഴേക്കും ഇനി ഇത് ചെയ്യാം. അപ്പം ചിലപ്പോൾ ഈ സംസാരം ഓഫായ സമയത്ത് എല്ലാം ചെല്ലിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ചെല്ലിക്കൊള്ളിക്കും. നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് ഇസ്മത്തുൽ അംർ, നമ്മുടെ സേഫ് ഗാർഡ് ഈ ദീനാണ്. ഇതിനെ നിങ്ങൾ തമാശാക്കരുതോ. അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി. രണ്ടാമത്തേത് വഅസ്ലിഹ് ലീ ദുനിയായ അല്ലതി ഫീഹാ മആശി. വഅസ്ലിഹ് ലീ, അസ്ലിഹ് എന്ന് പറഞ്ഞാൽ നന്നാക്കുക എന്നാണല്ലോ. വഅസ്ലിഹ് ലീ ദുനിയായ, അല്ലാഹു എൻ്റെ ദുനിയാവ് എനിക്ക് നന്നാക്കി തരണം. അതിനെ ഒഴിവാക്കണ്ട. ദുനിയാവിനെ ഒഴിവാക്കാൻ ആരും പറയില്ല. എന്താ കാര്യം? വഅസ്ലിഹ് ലീ ദുനിയായ അല്ലതി ഫീഹാ മആശി. അതിനാണ് എൻ്റെ മആശുള്ളത്, എൻ്റെ കച്ചവടമുള്ളത്, എൻ്റെ ജോലിയുള്ളത്, എൻ്റെ ഏർപ്പാടുള്ളത്, എൻ്റെ കൃഷിയുള്ളത്. അവിടെ ദുനിയാവിലാണ്. അപ്പൊ അതും നന്നായി കിട്ടണം. 2 അഭിപ്രായത്തിലല്ലോ നമ്മൾ പ്രാർത്ഥിക്കണം. മൂന്നാമത്തേത് വഅസ്ലിഹ് ലീ ആഖിറതി അല്ലതി ഫീഹാ മആജി. വഅസ്ലിഹ് ലീ ആഖിറതി, എൻ്റെ ആഖിറത്ത് എനിക്ക് നന്നാക്കി തരണം. അവിടെ എന്തിനാ? അല്ലതി ഫീഹാ മആജി, അങ്ങോട്ടാണ് എനിക്ക് തിരിച്ചു പോകാൻ, അല്ലേ? മടങ്ങിപ്പോകാനുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചു, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ രക്ഷിതാക്കളുടെ കാര്യം എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ കുറേ കാലം ഈ വിദേശത്ത് ജീവിച്ചതുകൊണ്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കില്ല. എന്തൊരു കഷ്ടപ്പാടാണ് മനുഷ്യന്മാർക്ക്. നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ എത്ര ചെറുപ്പക്കാരാണ് കഠിനാധ്വാനം ചെയ്യുക. എന്തിനാന്ന് ചോദിച്ചാൽ രാത്രി വളരെ വൈകി റൂമിലെത്തുന്ന അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കുക എന്തിനാ ഇത്ര എന്ന് ചോദിച്ചു. മക്കൾക്ക് നല്ല സുഖം വേണ്ടേ? മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, മക്കൾക്ക് നല്ല ജോലി, മക്കൾക്ക് നല്ല വീട്, മക്കൾക്ക് നല്ല നമ്മൾ ആലോചിക്കുക. എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഈ നൈമിഷികമായ ദുനിയാവിലെ ജീവിതത്തിൽ മക്കൾക്ക് പരിപൂർണ സുഖമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഈ വിഡ്ഢിയായ രക്ഷിതാവ് എപ്പോഴെങ്കിലും കൊതിച്ചിട്ടുണ്ടോ എന്നൊന്നും ശാശ്വതമായ അവന്റെ ആഖിറത്ത് നന്നാക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം? നിങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ അത്. മക്കളില്ലാത്ത ആരുമില്ലല്ലോ. എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇത് കൂട്ടരെ നിങ്ങൾ അവന് വീടുണ്ടാക്കുമ്പോ നിങ്ങൾ എത്ര ആൾക്കാരാണ് അവന് വീടുണ്ടാക്കാൻ നടക്കുക. എന്നിട്ട് അതിന്റെ കോൺക്രീറ്റും അതിന്റെ നനയും അതിന്റെ അരി എന്ത് പരിക്ക് പറ്റിയാലും ക്ഷീണം പറ്റിയാലും ഒരു കുഴപ്പമില്ല. എന്നാലോ അവൻ ഇന്ന് ഫജ്ർ നിസ്കരിച്ചോ എന്ന് ഏതെങ്കിലും രക്ഷിതാവ് ചോദിച്ചിട്ടുണ്ടോ? വിളിച്ചോർത്തിയിട്ടുണ്ടോ? സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിട്ട് ഞാനിങ്ങനെയൊക്കെയാണ്, എൻ്റെ ശബ്ദം ഇങ്ങനെ പൊന്തിപ്പോവും. അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അവൽക്കൊണ്ടല്ല. ഓക്കെ, അപ്പൊ നബിയുടെ മൂന്നാമത്തെ പ്രാർത്ഥന വഅസ്ലിഹ് ലി ആഖിറതി അല്ലതി ഫീഹാ. ഇനിയുള്ള 2 വരികളിൽ ശരിക്കും ശ്രദ്ധിച്ചു. വജഅലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈർ. വജഅലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈർ. അല്ലാഹുവേ, എൻ്റെ ജീവിതം എനിക്ക് സിയാദതൻ ലി ഫീ കുല്ലി ഖൈർ, എല്ലാ നന്മയിലുമുള്ള വർധനവാക്കി മാറ്റി തരണം, വർദ്ധിപ്പിച്ചു തരണം. ജീവിക്കുന്ന കാലത്തോളം വളരെ അവസാനത്തെ വരി വജഅലിൽ മൗത റാഹതൻ ലി മിൻ കുല്ലി ശർ. എൻ്റെ മരണം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമുള്ള
ഒരു വിശ്രമമാക്കി എനിക്ക് നീ മാറ്റി തരണം. സഹോദരങ്ങളെ, നമുക്കൊരുങ്ങണം. ഈ ഒരു പ്രാർത്ഥനയാണ് ഇന്ന് മുതൽ നമ്മൾ കാര്യമായി പ്രാർത്ഥിച്ച് ഈ ഒരു വർഷം മുതൽ നമ്മൾ തീരുമാനിക്കുക. 2021 ജനുവരിയിലെ 1-ാമത്തെ ദിവസം വെള്ളിയാഴ്ച ആയത് യാദൃച്ഛികമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. എൻ്റെ നാവ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാക്കുകൾ നിങ്ങളെ കേൾപ്പിച്ചത് യാദൃച്ഛികമാണ് എന്നാരും വിചാരിക്കരുത്. നിങ്ങളൊരു പക്ഷേ യാത്രക്കാരനായിരിക്കാം, ജോലിക്ക് ആയിരിക്കാം, വഴിതെറ്റി വന്നതാകാം. ഈ പള്ളിയിലെത്തിയത് യാദൃച്ഛികമാണ് എന്നാരും വിചാരിക്കരുത്. ഇത് റബ്ബിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് ആ തീരുമാനം അംഗീകരിക്കാൻ നമ്മൾക്ക് തയ്യാറാകണം. അല്ലാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാനുർ റഹീമായ റബ്ബേ, ഈ തുടക്കത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ചതും ഞങ്ങളുടെ ജീവിതത്തിൽ മാറണമെന്ന് ഞങ്ങൾ കൊതിക്കുന്നതുമായ എല്ലാം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനുർ റഹീമായ റബ്ബേ, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണമേ. റഹ്മാനുർ റഹീമായ റബ്ബേ, ഞങ്ങളിലുള്ള രോഗികൾക്ക് സമാധാനവും ആശ്വാസവും ശിഫയും നൽകണമേ. റഹ്മാനുർ റഹീമായ റബ്ബേ, വാർദ്ധക്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കും മുസ്ലിം സമൂഹത്തിലെ എല്ലാവർക്കും റബ്ബേ നീ ആശ്വാസവും സമാധാനവും നൽകണമേ. റഹ്മാനുർ റഹീമായ റബ്ബേ, എത്ര ആയുസ് ജീവിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. എത്ര സമയം ജീവിച്ചാലും ശരി അല്ലാഹുവേ, പരിപൂർണമായി നിനക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم إنا نعوذ بك من البرص والجنون والجذام ومن سيء الأسقام. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي فيها معادنا. اللهم اجعل الحياة لنا زيادة في كل خير، واجعل الموت راحة لنا من كل شر. ربنا تقبل منا إنك أنت السميع العليم. توفنا مسلمين والحقنا بالصالحين برحمتك يا أرحم الراحمين. صلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين.